ഗെറ്റ് ഇൻ ടു പി സിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺലൈനായി PSC എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ബ്രൗസറിൽ KPSC എന്ന് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം വരുന്ന കേരള PSCയുടെ ഒരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഇൻ്റർഫേസ് ഓപ്പണായി വരുന്നതാണ്. അതിൽ റൈറ്റ് സൈഡിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഹെഡ്ലൈൻ നമുക്ക് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ന്യൂ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ ഫോം പോലെയുള്ള ഒരു ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ്. അതിൽ നെയിം ചേർക്കുക. 2 പ്രാവശ്യം നമ്മൾ നെയിം ചേർക്കേണ്ടതാണ്. സെയിം നെയിം തന്നെ തെറ്റാതെ ചേർക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച മാസവും ജനിച്ച വർഷവും ജനിച്ച തീയതിയും എല്ലാം കൃത്യമായിരിക്കണം. അതും 2 പ്രാവശ്യം എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷമുള്ളതാണ് ജെൻഡർ സെലക്ട് ചെയ്യുക. പിന്നുള്ളത് ഫാദേഴ്സ് നെയിമാണ്. ഫാദേഴ്സ് നെയിമും തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. മദേഴ്സ് നെയിമും ടൈപ്പ് ചെയ്യണം. ഇനിയുള്ള റിലീജിയനാണ്. നമ്മുടെ റിലീജിയൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം കാസ്റ്റ് ആണ്. കാസ്റ്റ് ഏതാണെന്ന് ഉള്ളത് ഡയറക്റ്റായിട്ട് തെറ്റുകൂടാതെ സെലക്ട് ചെയ്യുക. അതിന് ശേഷമുള്ള ഒന്നാണ് ID പ്രൂഫ്. ID പ്രൂഫ് ആധാർ ആണെങ്കിലും നോർമൽ ഇലക്ഷൻ ID ആണെങ്കിലും കുഴപ്പമില്ല. ആധാർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ID പ്രൂഫ് ഡീറ്റെയിൽസിൽ ആധാർ നമ്പർ ചേർക്കുക. അതിന് ശേഷമുള്ളതാണ് മൊബൈൽ നമ്പർ. മൊബൈൽ നമ്പർ നമ്മുടെ നിർദ്ദിഷ്ടമായ മൊബൈൽ നമ്പർ ചേർക്കുക. ചേർത്തതിന് ശേഷമുള്ള അടുത്ത ഒന്നാണ് യൂസർ ID ആൻഡ് പാസ്വേഡ്. അതിൽ യൂസർ ID ആൻഡ് പാസ്വേഡ് ഭാഗത്തിൽ യൂസർ ID നമ്മൾ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്ത സാധനം തന്നെ രണ്ടാമതും വീണ്ടും ടൈപ്പ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ ചെയ്ത യൂസർ ഐഡിയുടെ പാസ്വേഡാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഡിക്ലറേഷനാണ്. അവിടെ അവിടെ കൊടുത്തിരിക്കുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തു. ഇനിയുള്ളത് ഒരു ടിക്ക് ബാറാണ്. ആ ടിക്ക് ബാറിൽ ടിക്ക് ചെയ്തതിന് ശേഷം രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ ഒരു മെസ്സേജ് പോലെ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് ലഭിക്കുന്നതാണ്. കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞ് അതിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഇനിഷ്യേറ്റഡ് ആയെന്ന് പറഞ്ഞൊരു നമുക്കൊരു ഇൻ്റർഫേസിൽ ഇത് കിട്ടുന്നതാണ്. ഇൻ്റർഫേസിൽ ഒരു നോട്ടിഫിക്കേഷൻ പോലെ ലഭിക്കുന്നതാണ്. അതിനുശേഷം തിരിച്ച് ഹോം പേജിലേക്ക് പോവുക. ഹോം പേജിൽ അവിടെ റൈറ്റ് സൈഡിൽ രജിസ്റ്റേർഡ് യൂസർ ലോഗിനിൽ യൂസർ ID കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും അവിടെ കൊടുത്തിരിക്കുന്ന ക്യാപ്ചയും ടൈപ്പ് ചെയ്യുക. ശേഷം ലോഗിൻ ചെയ്യുക. അതിനുശേഷം വരുന്ന ഒന്നാണ് സ്റ്റെപ്പ് 1 പേഴ്സണൽ ഡീറ്റെയിൽസ്. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ തെറ്റ് തിരുത്തുക. താഴെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്. നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊടുക്കുക. ശേഷം നാഷണാലിറ്റി പൂർത്തിയായതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അടുത്തൊരു പേജ് കിട്ടുന്നതാണ് കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്. പെർമനൻറ്റ് അഡ്രസ്സ് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക. നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൻ്റെ അവിടെ ഒരു ടിക്ക് ബാർ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അവിടെ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തതിന് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം താഴെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഉണ്ട്. അതും കറക്റ്റായിട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തതിന് ശേഷം അടുത്തതാണ് അപ്ലോഡ് ഫോട്ടോഗ്രാഫ്. റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മാനദണ്ഡങ്ങളോട് കൂടിയുള്ള ഫോട്ടോഗ്രാഫാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യുക. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്തു. ഇനി അടുത്തതായിട്ടുള്ളത് ഫോട്ടോഗ്രാഫിലെ പേരും ഫോട്ടോ എടുത്ത ദിവസവും മാസവും വർഷവുമാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അത് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അത് ടൈപ്പ് ചെയ്തു. ഇനിയുള്ളത് 3 ഡിക്ലറേഷനാണ്. താഴെ അതിൽ 3 ടിക്ക് ബാറിലും ടിക്ക് ബാർ ഇട്ട് കൊടുക്കുക. ഇനി സേവ് ആൻഡ് പ്രൊസീഡ് ടൈപ്പ് ചെയ്യുക. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുത്തു. അടുത്ത സ്റ്റെപ്പാണ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. നമ്മുടെ സൈൻ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അതിൽ നമ്മൾ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുക. സൈൻ അപ്ലോഡ് ചെയ്തു. സേവ് ആൻഡ് പ്രൊസീഡ് കൊടുക്കുക. താഴെ 5ാമത്തെ സ്റ്റെപ്പ് പോലെ ഒരു ഇൻ്റർഫേസ് നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ താഴെ എല്ലാം കറക്റ്റാണോ നോക്കുക. ഇനി താഴെ പോയി സബ്മിറ്റ് ചെയ്യുക.
സബ്മിറ്റ് ചെയ്തതിന് ശേഷം കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞൊരു ഹെഡ്ലൈനോട് കൂടി നമ്മുടെ പേരോട് കൂടി ഒരു ഇൻ്റർഫേസ് ലഭിക്കുന്നതാണ്, നോട്ടിഫിക്കേഷൻ പോലെ ലഭിക്കുന്നതാണ്. അത് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞാണ് ലഭിക്കുന്നത്. ഇനി തിരിച്ചു പോയി നമ്മുടെ പ്രൊഫൈലിൽ കയറി നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, നമുക്ക് ആധാർ ലിങ്ക് ചെയ്യണമെങ്കിൽ ആധാർ ലിങ്ക് ചെയ്യാം. അങ്ങനെ കുറേയൊക്കെ ഇതുപോലുള്ള ഉപയോഗപ്രദമായ വീഡിയോകൾക്ക് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.